ഗവൺമെന്റ് അംഗീകാരം വേണമല്ലോ. ഗവൺമെന്റ് അംഗീകാരത്തിന് വേണ്ടി അംഗീകാരം കൊടുക്കേണ്ട ഗവൺമെന്റിന്റെ ബന്ധപ്പെട്ടവരാണ് ശ്രദ്ധയിൽ വന്നപ്പോൾ, പ്രത്യേകിച്ച് മന്ത്രിയാണല്ലോ ഉത്തരവ് കൊടുക്കേണ്ടത്. എന്ന അവസരത്തിൽ ഇത് പൊതുജനാഭിപ്രായം തേടുവാനും തൊഴിലാളി സംഘടനാ നേതാക്കളുമായി ചർച്ച ചെയ്യുന്നതിന് വേണ്ടി ഉള്ള ഉത്തരവ് കൊടുത്തു. അതിന്റെ അടിസ്ഥാനത്തിൽ 2022 ജൂലൈ മാസം 2 ശനിയാഴ്ച രാവിലെ 9 അപ്പോളോ ഡിമോറ തമ്പാനൂർ, നിങ്ങളെല്ലാം പലരും വന്നു കാണും. അവിടെ വെച്ചൊരു സെമിനാർ നടന്നു. ഇതൊക്കെ പത്രക്കാർ അങ്ങ് മറന്നുപോവുക. ആ സെമിനാറിൽ കരട് എല്ലാവർക്കും വിതരണം ചെയ്തിരുന്നു. ഇത് രഹസ്യമായിട്ട് വെച്ചേക്കുന്ന ഒരു കാര്യം തരുന്നത്. കരട് വിതരണം ചെയ്തു എന്ന് മാത്രമല്ല, ലേബർ കമ്മീഷനുടെ സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിരുന്നു. രഹസ്യമായിട്ട് കൊണ്ട് വെച്ച് ഇവിടെ ചില പത്രങ്ങൾ എഴുതിയിരിക്കുന്ന പോലെ PMC പോലെ രഹസ്യമായിട്ട് കൊണ്ടൊന്ന് ഒപ്പിട്ടതും അതൊന്നും അല്ല, അത് പരസ്യം ചെയ്തിരുന്നു. ഇതാണ് ആ ശില്പശാലയുടെ നോട്ടീസ്. അതിൽ എല്ലാ സംഘടനകളുടെയും ട്രേഡ് യൂണിയൻ ലീഡേഴ്സ് അതിൽ പങ്കെടുത്തത് മാത്രമല്ല, AITC കേരള സ്റ്റേറ്റ് കൗൺസിൽ അതിൽ ഉള്ള ചില അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തി തന്നിട്ടുണ്ട്. CIT തന്നിട്ടുണ്ട്. കോൺഗ്രസ് ആണെങ്കിലും ഒരു സബ് കമ്മിറ്റി, INTC ആണെങ്കിലും ഒരു സബ് കമ്മിറ്റി തന്നെ രൂപീകരിച്ച് ഇത് പഠിക്കുന്നതിന് വേണ്ടി. എന്നിട്ട് അന്നത്തെ സെമിനാർ തീരുമാനിച്ചു, ഇതിൽ തൊഴിലാളി വിരുദ്ധ നിലപാടുകളുടെ വകുപ്പെല്ലാം ഒഴിവാക്കണം. അതിനുവേണ്ടിയുള്ള സമ്മർദ്ദം ഗവൺമെന്റ് ചെലുത്തണം. അതിനുവേണ്ടി മന്ത്രിയെ ചുമതലപ്പെടുത്തി. കേന്ദ്ര ഗവൺമെന്റ് ഒരു കാരണവശാലും വഴങ്ങുന്ന രക്ഷമില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ടും നമ്മൾ കഴിഞ്ഞ 3 വർഷക്കാലമായിട്ട് ഒരു നടപടിയും സ്വീകരിച്ചിട്ടേയില്ല. ഇവിടെ ഇരിക്കുന്ന കരട്, ഇതാണ് അവിടെ ഇരിക്കുന്നത്. കരട് ചോദിച്ചിട്ട് അവിടെ ഇരിക്കുന്നത്. അന്ന് മുതൽ ഇവിടെ കെട്ടിവെച്ചേക്കുക. അതുപോലെ അനക്കം ഉണ്ടാക്കി. ഇനി അഴിക്കാനും പോകുന്നു. എവിടെ ഇറങ്ങാൻ? അത് അവിടെ തന്നെ ഇരിക്കും. കരടായി തന്നെ ഇരിക്കും. വേണമെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ എടുത്ത് നോക്കാം. ഉൾക്കണ്ട തീർന്നല്ലോ. ചോദ്യങ്ങൾക്ക് എന്താ പ്രസക്തിയുള്ളത്? നിങ്ങൾ എന്താ ചോദ്യത്തിന് പ്രസക്തിയുള്ളത്? അവരാണോ കള്ളം പറയുന്നത്? അല്ല, അത് നിങ്ങളുടെ മനുഷ്യനല്ലേ, സാധാരണ ബുദ്ധിയുള്ള ആളല്ലേ. ഇതൊക്കെ വായിച്ചു. ഈ ലേബർ കോഡ് പിൻവലിക്കണമെന്ന ആവശ്യം കേന്ദ്രത്തോട് ആവശ്യപ്പെടുന്നത് ഈ നിവേദനം നൽകുമ്പോൾ ആണോ, അല്ലെങ്കിൽ അതിനു മുന്നേ ആവശ്യപ്പെടാം? ഈ ലേബർ കോഡ് പിൻവലിക്കുമെന്ന് കേന്ദ്രത്തോട് ആവശ്യപ്പെടുമല്ലോ. അതിനിപ്പോ 12 കഴിഞ്ഞിട്ട് 19 കഴിഞ്ഞിട്ട് അല്ല നേരിട്ടാണോ? നേരിട്ടൊരു നിവേദനത്തിലാണോ, അല്ലെങ്കിൽ അതിന് മുന്നേ ഇമെയിൽ കൊടുത്തിട്ട് അതിനുശേഷം നേരിട്ട് പോകുന്നു. 12 ശേഷം കേന്ദ്ര സർക്കാരിൻ്റെ ലേബർ കോഡ് പിൻവലിക്കണം എന്നുള്ള ആവശ്യമാണ് മന്ത്രി വി ശിവൻകുട്ടി കൂടി യൂണിയൻ നേതാക്കളുടെ ചർച്ചയ്ക്ക് ശേഷം പറയുന്നത്. ഇക്കാര്യം കേന്ദ്രത്തോട് ആവശ്യപ്പെടും എന്നുള്ളതാണ്. ഇതിനെ സംബന്ധിച്ച് കേന്ദ്ര സർക്കാരിൻ്റെ ലേബർ കോഡിനെ LDF സർക്കാർ എതിർത്തിരുന്നു, അല്ലെങ്കിൽ ഇടതുപക്ഷം അത്രത്തോളം എതിർത്തതാണ്. എന്നാൽ ഇതിനിടയിൽ കരട് ചട്ടം അല്ലെങ്കിൽ കരട് വിജ്ഞാപനം ഇറക്കിയിരുന്നു എന്നുള്ള ഒരു പ്രസ്താവന കഴിഞ്ഞ ദിവസം വി ശിവൻകുട്ടി നടത്തിയിരുന്നു. എന്നാൽ കരട് വിജ്ഞാപനം മാത്രമേ ഇറക്കിയിട്ടുള്ളൂ. തുടർ നടപടികൾ ചർച്ചയ്ക്ക് ശേഷമേ ഉണ്ടാകൂ എന്നുള്ള ഒരു കാര്യം കൂടി കഴിഞ്ഞ ദിവസം മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞിരുന്നു. ഇപ്പോൾ യൂണിയൻ നേതാക്കളുമായുള്ള ചർച്ചയടക്കം കഴിഞ്ഞു. ഇത് പിൻവലിക്കും എന്നുള്ള തന്നെയാണ് മന്ത്രി വി ശിവൻകുട്ടി, തൊഴിൽ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി പറയുന്നത്. ഡിസംബർ 19 ലേബർ കോൺക്ലേവ് സംഘടിപ്പിക്കും. എല്ലാ തൊഴിൽ മന്ത്രിമാരെയും പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ഒരു ലേബർ കോൺക്ലേവ് ആയിരിക്കും. അതോടൊപ്പം ഈ കരട് ചട്ടം അല്ലെങ്കിൽ ഇപ്പോൾ നിലവിലുള്ള ഈ ലേബർ കോഡ് വരാനിരിക്കുന്ന ആ ലേബർ കോഡ് നടപ്പാക്കില്ല. അതിനെ സംബന്ധിച്ചുള്ള നടപടികൾ ഉണ്ടാകില്ല. അത്തരത്തിൽ തുടർ നടപടികളിലേക്ക് കടക്കില്ല എന്നുള്ളതൊക്കെ കൂടിയാണ് ചർച്ചയ്ക്ക് ശേഷം പറയുന്നത്. ലേബർ കോഡ് പിൻവലിക്കണം എന്നുള്ളൊരു ആവശ്യം കേന്ദ്രത്തെ അറിയിക്കുമെന്നും കൂടിയാണ് തൊഴിൽ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി വ്യക്തമാക്കുന്നത്.